അപ്പൂപ്പ അത് ആ ബലൂണും അത് ഈ താഴെ തൂങ്ങിക്കിടക്കുന്ന ഈ ബലൂണും കണ്ട ഒരേപോലെയുണ്ട്. ആപ്പിൾ പോലെ അതുള്ളത്, ഇതും ആപ്പിൾ പോലെ ഉള്ളത്, അതും ചുമന്നതാ ഇതും ചുമന്നതാ, അതിന്റെ അത്ര വലിപ്പം ഇതിനും ഉണ്ട്, അതിലുള്ള ഡിസൈൻ തന്നെ ഇതിലുള്ളത്, പിന്നെ എന്തുകൊണ്ട് ഈ ബലൂൺ അതിനെ പോലെ പറക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു. അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ബലൂൺ പറക്കുന്നതും താഴെ തൂങ്ങിക്കിടക്കുന്നതും ഈ പുറമേയുള്ള വിഷയങ്ങളുടെ ആധാരത്തിലല്ല, അകത്തതിൽ നിറച്ചിരിക്കുന്ന വായുവിന്റെ ആധാരത്തില. ആ ബലൂണിൽ അപ്പൂപ്പൻ സിലിണ്ടറിൽ നിന്ന് ഹൈഡ്രജൻ വാതകം നിറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണത് പറക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. ഇത് വായുമണ്ഡലത്തിലെ വായുവാണ് ഊതി നിറച്ചത്, അത് കനുള്ളത് തൂങ്ങിക്കിടക്കുന്നു. ജീവിതം ഇതുപോലെയാണ്. ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ശക്തികൾ, എത്രത്തോളം ക്ഷമ, എത്രത്തോളം അക്ഷീണമായിട്ടുള്ള പരിശ്രമം, എത്രത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയെടുക്കാനുമുള്ള താല്പര്യമുണ്ട്, എത്രത്തോളം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ഉത്സാഹോന്മേഷഭരിതനായിട്ടിരിക്കുന്നുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കാതെ തനിക്ക് ഉയരാൻ അനുകൂലമായിട്ട് സാഹചര്യങ്ങളെ പരിവർത്തനപ്പെടുത്തിയെടുക്കാനുള്ള കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. അത്രത്തോളം ആ വ്യക്തിക്ക് വളരാൻ സാധിക്കും.